അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട ചരിത്രം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണ്. മൂസാ നബിയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളെ പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി പറഞ്ഞു പോകുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ രണ്ടവസരങ്ങളിൽ അള്ളാഹുവിൻ്റെ സാമീപ്യത്തെക്കുറിച്ച്, അള്ളാഹു കൂടെയുണ്ട് എന്ന കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, എല്ലാ പ്രവാചകന്മാരും തൗഹീദ് പ്രബോധനം ചെയ്യാൻ, ആഖിറത്തിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ, റിസാലത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടത്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധിതരിൽ ഒന്നാമത്തെയാൾ ചരിത്രത്തിൽ അതിനുശേഷം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയ ഏകഛത്രാധിപതിയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധിതരിൽ ഒന്നാമത്തെയാൾ നമുക്കറിയാം ഫിർഔനായിരുന്നു. ഫിർഔനിൻ്റെ അടുക്കലേക്കാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കയറി ചെല്ലാനുള്ളത്. അവിടെ പോയി പറയാനുള്ളത്, ഫിർഔൻ, താങ്കൾ അവകാശപ്പെടുന്നത് താങ്കളാണ് ഈ പരമപ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് എന്നാണ്. അല്ല കേട്ടോ, സർവലോക രക്ഷിതാവായ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ്, റബ്ബ് എന്ന സന്ദേശമാണ് അദ്ദേഹത്തോട് ഒന്നാമത് പറയാനുള്ളത്. അതിനുവേണ്ടി നിയോഗിക്കുന്ന രംഗമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഖുർആനിൽ 20-ാമത്തെ അധ്യായം സൂറത്തു താഹയിലെ വചനങ്ങളിലൂടെ കടന്നുപോയാൽ അതിലെ ഓരോ വചനങ്ങളും ആ ഏകഛത്രാധിപതിയുടെ മുന്നിൽ ആ രണ്ട് സഹോദര പ്രവാചകന്മാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പറയാൻ വേണ്ടിയുള്ള കൽപ്പനകളിലെ ഓരോ വരികളിലും, ഓരോ സംസാരങ്ങളിലും, ഓരോ വചനത്തിലുമല്ല, ഓരോ അക്ഷരത്തിലും ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ലോകത്തിന് പാഠങ്ങളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, നിങ്ങൾ രണ്ടുപേരും ആദ്യമായി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് അള്ളാഹുവാണ് ആരാധ്യൻ എന്നുള്ള തത്വം പറയുകയും അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ പ്രപഞ്ചനാഥൻ അദ്ദേഹമല്ല എന്ന് മുഖത്ത് നോക്കി തുറന്നു പറയണം എന്നും പറഞ്ഞപ്പോൾ രണ്ടുപേരും പേടിച്ചു. ഞാൻ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. രണ്ടുപേരും പേടിച്ചു. അള്ളാഹുവിനോട് മറുവർത്തമാനങ്ങൾ പറഞ്ഞു.
ഈ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, ഖാല ലാ തഖാഫ ഇന്നനി മഅകുമ. അള്ളാഹു പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ രണ്ടുപേരോടുമൊപ്പം ഞാനുണ്ട്. പടച്ചവന്റെ വാക്കാണ്, സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ വാക്കാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ വാക്ക് മതിയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ വാക്ക് മതിയായിരുന്നു. ആ വാക്കുമായി, അള്ളാഹുവിന്റെ വാഗ്ദാനവുമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ കോട്ടകൊത്തളങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഏകദൈവാരാധനയുടെ തൗഹീദിന്റെ സുന്ദരമായ സന്ദേശം അവിടെ പറഞ്ഞു കൊടുത്തു. കോട്ടക്കകമൂതൽ ഇളകി, നമുക്കറിയാം. കോട്ടയുടെ അകം ഇളകി. ഫറോവയോടൊപ്പം കൂടെ കിടന്നിരുന്ന ഫറോവയുടെ പ്രിയ പത്നി സർവലോക രക്ഷിതാവായ തമ്പുരാനാണ്. എൻ്റെ കൂടെ കിടക്കുന്ന നീയല്ല തമ്പുരാൻ, നീയല്ല അല്ലാഹു, നീയല്ല രക്ഷിതാവ് എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആശയപ്രചാരണത്തിൽ ആകൃഷ്ടയായി ഇസ്ലാമിലെത്തി. പരിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ആ മഹദിയെക്കുറിച്ച് പറഞ്ഞത് ലോകത്തവസാനം വരെയുള്ള മുഴുവൻ മുഅ്മിനുകൾക്കും പ്രവാചകന്മാരടക്കമുള്ള സകല പുരുഷന്മാരും എല്ലാവരും അടങ്ങുന്ന ഔലിയാക്കളും ശുഹദാക്കളും എല്ലാവരും അടങ്ങുന്ന മുഴുവൻ മുഅ്മിനുകൾക്കും ഇതാ ഒരു പെണ്ണ്, അവൾ മാതൃകയാണ്. അവിടെ അള്ളാഹു ഞങ്ങളോടൊപ്പമുണ്ട്. അവിടെ നിന്ന് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനം, അവസാനം പീഡനങ്ങളുടെ കാലം. ആ പീഡനങ്ങളാൽ പൊറുതിമുട്ടിയ ഇസ്രായേൽ സമൂഹത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോവുക എന്ന വലിയൊരു ദൗത്യം കൂടി നിർവഹിക്കുവാനുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരിക്കലും തന്നെ അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തെ പോകാൻ അനുവദിക്കുകയില്ല എന്ന്, ഈ ആദർശം സ്വീകരിക്കുകയോ ഇസ്രായേൽ സമൂഹത്തെ മോചിപ്പിക്കുവാൻ സന്നദ്ധമാവുകയോ ഇല്ല എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിലാണ് അവസാനം അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കടൽ കടക്കുവാൻ തയ്യാറായിക്കൊണ്ട് പുറപ്പെടുന്നത്. ചരിത്രം പറയുകയല്ല ഞാൻ, പക്ഷെ ആ കടലിൻ്റെ മുന്നിൽ മൂസാ നബിയും ഇസ്രായേലരും എത്തി. പരിശുദ്ധ ഖുർആൻ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറയിലെ 61-62 വചനങ്ങളിൽ ആ എത്തിയ സന്ദർഭത്തിലെ എല്ലാവിധ ഭീതികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ സമാധാനവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമാധാനപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. അവര് ഖാല അസ്ഹാബു മൂസ ഇല്ലാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞു, പിന്നിലിതാ ഫറോവയും ചക്രവർത്തിയും കൂട്ടുകാരും, ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വം, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ ഏകഛത്രാധിപത്യം, ഏറ്റവും വലിയ അധികാര ദണ്ട് മുഴുവനുമുള്ളയാൾ, പുതിയ കാലത്തെ ഒരു ട്രംപെങ്കിൽ 1000 ട്രംപുമാർ, ഇതാ പിന്നിൽ, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഒരുമിച്ച് കൂടപ്പെട്ടിരിക്കുന്നു, നമുക്കിനി മാർഗമൊന്നുമില്ല, മുന്നിൽ സമുദ്രം, പിന്നിൽ ഫറോവ, ഒരു മാർഗവുമില്ല, നമുക്ക് ഒരു നിർവാഹവുമില്ല, നമുക്ക് എല്ലാ മാർഗങ്ങളും ഇതാ അടഞ്ഞിരിക്കുന്നു, മുന്നിൽ സമുദ്രമാണ്, ആ സമുദ്രത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയില്ല, പിന്നിലാകട്ടെ ഇതാ ഫറോവയും പരിവാരങ്ങളും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നൊരു വാക്കുണ്ട്, അങ്ങ് സിനായിൽ വെച്ച് അള്ളാഹു കൊടുത്ത ഉറപ്പിൻ്റെ ആവർത്തനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. മൂസാ നബി പറയുന്നത്, ഖാലഖല്ല, ഇല്ല കേട്ടോ, നമ്മൾ കുടുങ്ങിയിട്ടില്ല കേട്ടോ, നമ്മൾ കുടുങ്ങിയിട്ടില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. നമ്മൾ കുടുങ്ങിയിട്ടില്ല. മുന്നിൽ സമുദ്രമാകാം,
പിന്നിൽ വലിയ അധികാരങ്ങളുള്ള ചക്രവർത്തിയും പരിവാരങ്ങളുമാകാം. പക്ഷെ എൻ്റെ ഒപ്പം എൻ്റെ റബ്ബുണ്ടെങ്കിൽ ഇല്ല, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. അവിടെ വെച്ചാണ് സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സമുദ്രത്തിൽ അടിക്കാൻ പറയുന്നത്. അവിടെ വെച്ചാണ് സമുദ്രം തുറക്കുന്നത്. ആ സമുദ്രത്തിലൂടെ മൂസാ നബിയും ഇസ്രായേലരും കടന്നു പോകുന്നത്. ആ സമുദ്രത്തിലൂടെ ഫറോവയും കൂട്ടരും കടന്നു പോയപ്പോൾ അവിടെ വെച്ച് ഫറോവ മുങ്ങി മരിക്കുന്നത്. ഇതെല്ലാം ചരിത്രം. പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ഇന്നാല മുദറക്കൂൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കാണ് കല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തം സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്കാണ്. മൂസാ നബിയിലൂടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ, ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രത്തിലെ പ്രവാചകന്മാരിലൂടെ മുഴുവനും നമ്മളെ പഠിപ്പിച്ച ഇന്നല്ലാഹ മഅനാ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. ഈ സമുദായത്തിന് ജീവൻ നൽകേണ്ട, ഈ സമൂഹത്തിന് മുന്നിൽ നടക്കേണ്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാണ് മുജാഹിദുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അത് വലിയ ഉത്തരവാദിത്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവസാനിച്ച പ്രവാചക ശൃംഖലയിലൂടെ ഇസ്ലാമിക പ്രബോധനം അവസാനിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇവിടെ ഇദ്രീസ് സലാഹി വക്തബാക്കി തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ട് കാര്യങ്ങൾ ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നു. അവ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴി തെറ്റുകയില്ല. അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിം സമൂഹം വഴിതെറ്റിയ എല്ലാ പ്രാന്തപ്രദേശങ്ങളും നമ്മൾ പരിശോധിക്കുക. എല്ലാ ചരിത്രത്തിലെ ഗുപ്തികളും പരിശോധിക്കുക. നമ്മളറിയും പരിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സഹാബിമാരും താബികളും താബികളും മനസ്സിലാക്കിയ രീതിയിൽ നിന്ന് വ്യതിചലിച്ചതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അവിടെയാണ് പുതിയ കാലത്ത് കല്ല എന്ന് പറയേണ്ട. ഇല്ല കേട്ടോ, നമ്മൾ കുടുങ്ങിയിട്ടില്ല, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഈമാനിന്റെ ആവേശം മാത്രമല്ല, ഈമാനിന്റെ യഥാർത്ഥത്തിലുള്ള വെളിച്ചം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. ആ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണം ചരിത്രം ആവശ്യപ്പെടുന്നതാണ്. ചരിത്രം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണവുമായി കേരളത്തിൽ ഉദയം കൊണ്ടത്. അവിടെ അള്ളാഹുവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. നമുക്കറിയാം. നമ്മൾ അറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ കഥകളിൽ കേട്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദ്രത്തെ പിളർത്തിയതിനെ കുറിച്ചാണ്. തീർച്ചയായും അത് കഥകളിലുള്ളതാണ്, ആവേശത്തോടു കൂടി വായിക്കേണ്ടതുമാണ്. പക്ഷേ അതിനു മുൻപ് അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം മൂസാ നീ വടിയുമായ സമുദ്രത്തിലൊന്ന് അടിക്കണമെന്നാണ്. എന്തിനടിക്കണം? അള്ളാഹുവിന് സമുദ്രം പിളർത്താൻ മൂസാ നബിയുടെ അടി ആവശ്യമുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു ചോദിച്ചില്ല, പടച്ചവനെ നിനക്കങ്ങട്ട് മാർഗം കാണിച്ചു തന്നാ പോരെ, വെറുതെ എന്നെ കൊണ്ട് ഈ പണിയെടുപ്പിക്കണോ? അടിയിടി, ഇതെന്ത് സമുദ്രത്തെ പിളർത്താൻ? ഏതായിരുന്നാലും ഒരു വടി കൊണ്ടുള്ള അടിക്ക് കടിയില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അള്ളാഹുവിൻ്റെ സുന്നത്ത് അതാണ്. അള്ളാഹു ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് തിരിച്ചു ചോദിക്കാത്തവർക്കാണ് പടച്ച തമ്പുരാന്റെ നമ്മൾ അറിയാത്ത രൂപത്തിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, സൂറത്ത് മറിയമിൽ മറിയം ബീബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലിയ ചരിത്രം പറയുന്നുണ്ട്. മറിയം ബീബിയുടെ ചരിത്രം പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ 2 പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്ന് മറിയം ബീബിയാണല്ലോ. ലോകത്തിന് മുഴുവനും മാതൃകയായി. ആ ചരിത്രം മാത്രം
ദിവസങ്ങളോളം പറഞ്ഞാൽ മതിയാവില്ല. എന്തുകൊണ്ട് അവർ മാതൃകയായി എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ, ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർ വലിയ പ്രസവ വേദനയുമായി പ്രയാസപ്പെട്ട സന്ദർഭത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് മറിയമിൽ. ഒരു പെണ്ണ് എല്ലാവരാലും ബഹിഷ്കരിക്കപ്പെടുന്ന രൂപത്തിൽ ഒരു കന്യകയായിരിക്കുന്ന സമയത്ത് ഗർഭിണിയാവുകയും അതവർ മാത്രം അറിയും. അത് അത്ഭുതകരമായി, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായി പരിശുദ്ധാത്മാവിലൂടെ സംഭവിച്ചതാണ് എന്ന് അവർക്ക് മാത്രം അറിയാം, മറ്റാർക്കും അറിയില്ല. എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസം അത് തലയിൽ മുഴുവനും ഏറ്റെടുക്കേണ്ടി വന്ന സന്ദർഭത്തിൽ താഴ്വരയിലേക്ക് പോയി അവിടെ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഒരാവശ്യമുണ്ട്. മറിയം, ആ ഈത്തപ്പനയൊന്ന് കുലുക്കുക, ഈത്തപ്പനയൊന്ന് കുലുക്കുക, നിനക്കാവശ്യമായ റൊത്തബ്, നിനക്കാവശ്യമായ ഈത്തപ്പഴം, നല്ല പഴുത്ത ഈത്തപ്പഴം നിനക്ക് ലഭിക്കും. ഒരു വല്ലാത്ത ആവശ്യമാണ് അള്ളാഹുവിൻ്റേത്. ഇന്നാണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ നമ്മൾ ചോദിച്ചു പോകും, ഒരു മനുഷ്യന് കുലുക്കിയാൽ കുലുങ്ങാത്ത ഈത്തപ്പന കുലുക്കിയിട്ട് മുകളിൽ നിന്ന് റുത്തബ് വരുമെന്ന് ചിന്തിക്കാൻ മാത്രം വിഡ്ഢിയാണോ എൻ്റെ തലച്ചോറ്? അങ്ങനെ പണയം വെക്കാൻ എന്നെ കിട്ടില്ല. പക്ഷേ മറിയം അള്ളാഹു പറഞ്ഞതുകൊണ്ട് അനുസരിച്ചപ്പോൾ അത്ഭുതമുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ രീതി. നീ അടിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അടിച്ചു, അപ്പോൾ അത്ഭുതമുണ്ടായി. ഇവിടെ ഞാനിനിയും പറയേണ്ടതില്ല, ലോകം മുഴുവനും വലതുപക്ഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും വലതുപക്ഷത്തേക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ജനങ്ങളെന്ന് പറയുന്നവർ തെരഞ്ഞെടുത്ത വ്യക്തി ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വംശീയവാദിയാണ്. ആ വംശീയവാദിയെ തെരഞ്ഞെടുത്തതിൻ്റെ CEO ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, 2 വർഷം മുമ്പ് ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മൂലം ഇതാ ലോകത്തൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു, ഒരു പുതിയ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഇസ്രായേലിൽ മറ്റൊരാൾ, ജൂതവംശീയതയുടെ മറ്റൊരു ഇടതുപക്ഷം, ആ ജൂതന്മാരുടെ ആശയങ്ങളും ആവേശവും അതേപോലെ ഊറ്റിക്കുടിച്ചുകൊണ്ടുള്ള മുസ്ലിം ലോകത്തെ സിറിയയിൽ ഭാരതാണ്ഡവമാടുന്ന ഷിയ വലതുപക്ഷം, ലോകം മുഴുവനും ഇസ്ലാം വിരുദ്ധം, ലോകം മുഴുവനും ഇസ്ലാമിനെതിര്. മുസ്ലിങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. ഇന്നാ ലമുദ്റഖൂൻ, ഞങ്ങൾ ഇനിയൊരു നിർവാഹവുമില്ല. ചിലരെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് നമ്മുടെ ഹിജാബ് അഴിച്ചു വെക്കാം. മറ്റു ചിലർ പ്രഖ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് നമ്മുടെ താടി വേണ്ടെന്ന് വെക്കാം. മറ്റു ചിലർ പ്രതിജ്ഞയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് തുണിയെല്ലാം നിലത്തുകൂടി അടിച്ചുവാരി തളർക്കാം. മറ്റു ചിലർ പറയാൻ തുടങ്ങിയിരിക്കുന്നു, നമസ്കാരമെല്ലാം നമുക്കിനി വീട്ടിൽ വെച്ചാക്കാം. മറ്റു ചിലർ മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങിയിരിക്കുന്നു, എന്തിന് വ്യക്തി നിയമം, അതങ്ങോട്ട് വിട്ടുകൊടുത്താലും എന്താ വരാൻ പോണത്. ഇത് ഒരു പ്രതീകമാണ്. ചരിത്രത്തിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോഴുള്ള പ്രതീകാത്മകമായ പ്രതികരണങ്ങൾ. ഇവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചതുപോലെ വടികൊണ്ടടിക്കാൻ പറഞ്ഞതുപോലെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ മുത്തഖികളോട് സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞത്, ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 102-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞതിന് ശേഷം, നമ്മൾ വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിച്ച് കേൾക്കാറുള്ള ആയത്ത് പറഞ്ഞതിന് ശേഷം, മുഅ്മിനുകളെ നിങ്ങൾ
അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിക്കണം, തഖ്വ വെക്കേണ്ട രൂപത്തിൽ തഖ്വ വെക്കണം. നിങ്ങളൊരിക്കലും മരണപ്പെട്ടു പോകുന്നത് മുഅ്മിനുകളായിക്കൊണ്ടല്ലാതെ യാകരുത് കേട്ടോ എന്ന് ഉപദേശിച്ചതിന് ശേഷം പിന്നീട് ആദ്യം പറഞ്ഞത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്നാണ്. നിങ്ങൾ ഒരുമിക്കണം. വെറുതെ തലകൾ ഒരുമിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരുമിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴുവനുമുള്ളത് അള്ളാഹുവിൻ്റെ പാശമാണ്, ആകണം. അള്ളാഹുവിൻ്റെ പാശം, അള്ളാഹുവിൻ്റെ കയറ്, ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹു ഇട്ടു തന്നിട്ടുള്ള വലിയ പാശം, അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന കയറാണ്. വഅതസിമു, നിങ്ങൾ മുറുക്കി പിടിക്കണം. വെറുതെ പിടിച്ചാൽ പോരാ, പൊട്ടാത്ത രൂപത്തിൽ, കയ്യിൽ ഊർന്നു പോകാത്ത രൂപത്തിൽ മുറുക്കി പിടിക്കണം. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വലാ തഫറഖു, ഇല്ല, നിങ്ങൾ വേറിട്ട് പോകരുത്, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ഇത് അള്ളാഹുവിൻ്റെ ആവശ്യമാണ്, അള്ളാഹു ആവശ്യപ്പെട്ടതാണ്. എന്തിന്? അള്ളാഹുവിന് അത്ഭുതം പ്രവർത്തിക്കാനുണ്ട്. മുസ്ലിം ലോകത്തിന് ആകെ പ്രതീക്ഷ എന്നും അള്ളാഹുവായിരുന്നു. നമ്മളെപ്പോഴും ആവേശത്തോടു കൂടി പറയും മുസ്ലിം ലോകത്തിന് വലിയ പൂർവ്വകാല സ്മൃതികളെ കുറിച്ച്, അല്ലേ? ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആവേശം കൊള്ളും. ആ ചരിത്രം ഉണ്ടായത് എങ്ങനെയാണ്? ലോകത്തിന് മുഴുവനും മാതൃകയായ ചരിത്രം മുസ്ലിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത് അവരുടെ സമ്പത്ത് കൊണ്ടല്ല. പെട്രോൾ എന്ന വാക്ക് പോലും അറിയാതിരുന്ന സമയത്താണ് ലോകത്തിന് വെളിച്ചമായി മുസ്ലിം ലോകം മാറിയത്. അന്ന് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് അള്ളാഹു കൊടുത്ത ഈ പാശമായിരുന്നു. ഒരുമിക്കുവാനാണ് അള്ളാഹുവിൻ്റെ ആഹ്വാനം. ഇസ്ലാഹി പ്രസ്ഥാനം ചരിത്രപരമായ ഒരു അനിവാര്യമായ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയിരിക്കുകയാണ്. പലരും ചോദിക്കുന്നു, ആരാണ് ജയിച്ചത്? ഞാൻ പറയുക, എല്ലാവരും തോറ്റിരിക്കുകയാണ് എന്ന്. ഞങ്ങൾക്ക് തോൽക്കാനാണ് ഇഷ്ടം, അള്ളാഹുവിനോട് തോൽക്കാൻ, അള്ളാഹുവിൻ്റെ വാക്കുകളോട് തോൽക്കാൻ, അള്ളാഹുവിൻ്റെ കിതാബിനോട് തോൽക്കാൻ, മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളോട് തോൽക്കാൻ. ആ തോൽവിയാണ് മുസ്ലിമിന്റെ വിജയമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആർക്കെങ്കിലും ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ തോറ്റ സംഘത്തിനെതിരെ ട്രോളുകൾ നിരത്തി ജയിക്കട്ടെ അവർ. ആർക്കെങ്കിലും ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ തോറ്റ സംഘത്തിനെതിരെ ക്ലിപ്പുകൾ നിരത്തി ജയിക്കട്ടെ അവർ ജയിക്കട്ടെ. പക്ഷേ നമ്മൾ തോൽക്കുകയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ മുന്നിൽ, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ മുന്നിൽ. അതാണ് ഈ ഒരുമിച്ച് ചേരൽ. ഈ ഒരുമിച്ച് ചേരലിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് 103-ാമത്തെ ആയത്ത് കഴിഞ്ഞിട്ട് 104-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ആ ലക്ഷ്യത്തെക്കുറിച്ചാണ്. 104-ാമത്തെ ആയത്ത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈറി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളിൽ നിന്നുണ്ടാകേണ്ട ഉമ്മത്ത് ഇങ്ങനെ ഐക്യപ്പെട്ട, ഇങ്ങനെ ഇത്തിഹാദോടുകൂടി, ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ അള്ളാഹുവിന്റെ പാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർന്ന നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാകണം. ആ ഉമ്മത്ത് എന്താണ്? ആ ഉമ്മത്ത് ഖൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്, സദാചാരം കൽപ്പിക്കുന്നവരാണ്, ദുരാചാരത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നവരാണ്. ആ ഉമ്മത്ത് അതിന് സൃഷ്ടിക്കാനാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ശ്രമിച്ചത്. ഇവിടെ പറഞ്ഞല്ലോ വലിയ നവോത്ഥാനത്തിൻ്റെ ശില്പികളെക്കുറിച്ച്. ഇന്ന് നമുക്ക് കഥ പറയാൻ എളുപ്പമാണ്. ഇന്ന് നമുക്ക് ഇന്നലകളെക്കുറിച്ച് ചരിത്രം പറയാൻ എളുപ്പമാണ്. പക്ഷേ ആ ചരിത്രം ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഴയ കാലം കേവലം ഉപ്പാപ്പാന്റെ ആനകളെക്കുറിച്ച് പറഞ്ഞ് ആസ്വദിക്കുവാനും ആത്മരതിയിലേർപ്പെടുവാനുമുള്ളതല്ല, മറിച്ച് അത് പുതിയ കാലഘട്ടത്തിലേക്കുള്ള ആവേശം നൽകുവാനുള്ളതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ
എല്ലാവരും തുടങ്ങുക സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളിൽ നിന്നാണ്. ബഹുമാനായ നമ്മുടെ ഉദ്ഘാടകനും തുടങ്ങിയത് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വക്താവാണ് എന്ന് നമ്മളാരും മനസ്സിലാക്കിക്കരുത്. കേരളത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിക ജാഗരണവും നവോത്ഥാനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾക്കൊരു സവിശേഷതയുണ്ട്. അത് ആധുനിക കാലഘട്ടത്തിലെ പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ യഥാർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് സെക്കുലർ ഡെമോക്രസി. ഈ സെക്കുലർ ഡെമോക്രസിയുടെ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനം എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ആ കാലഘട്ടത്തിൽ ആദ്യമായി തിരികൊളുത്തിയ വ്യക്തിയാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. അതാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പ്രത്യേകത. പുതിയ കാലഘട്ടത്തിലെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് മാത്രമല്ല, ലോകത്ത് മുഴുവനും സെക്കുലർ ഡെമോക്രസിയുടെ ലോകത്ത് നടക്കേണ്ട മുസ്ലിം നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന രേഖകൾ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. നമുക്കറിയാം, സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ തുടങ്ങുന്നത് ക്രൈസ്തവ മിഷനറിമാരുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ഒരു ദിവസം ക്രിസ്ത്യാനികൾ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ ഇതിനൊരു മറുപടി പറയണല്ലോ എന്ന് ആലോചിച്ചിട്ട് തുടങ്ങിയതല്ല. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗം വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുന്നത് അന്നത്തെ സാമ്രാജ്യത്വത്തിൻ്റെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഈ അടിത്തറയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ആ അടിത്തറ എന്താണ്? അന്ന് അവർ ചെയ്തിരുന്നത് ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ട്രംപ് മുതൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പണിയുടെ ഒരു പ്രാകൃത രൂപമാണ്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ആദ്യമായി എഴുതുന്ന പുസ്തകം കഠോര കുഠാരം എന്ന പുസ്തകമുണ്ട്. കഠോര കുഠാരം എന്ന പുസ്തകം മിഷനറിമാർക്കുള്ള ശക്തമായ ഒരു ആക്രമണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കഠോര കുഠാരം എഴുതുന്നത് ഒരു വലിയ പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ നമ്മളെല്ലാവരും ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടർട്ട് ആരാണ്? നമ്മുടെ ഭാഷയിൽ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഡിക്ഷണറി എഴുതിയ വ്യക്തി, മലയാളത്തിൻ്റെ ഗ്രാമർ എഴുതിയ വ്യക്തി, ഇതെല്ലാം. പക്ഷേ ഹെർമൻ ഗുണ്ടർട്ട് എന്ന ബുദ്ധിജീവിക്ക് മറ്റൊരു മുഖമുണ്ട്. നല്ല മലയാളത്തിൽ ആദ്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയാണ്. ആ പുസ്തകത്തിന് മറുപടിയാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ നബിനാണയം എന്ന ഗ്രന്ഥത്തിലൂടെ എഴുതുന്നത്. ആ മറുപടി എഴുതുന്നതിന് മുൻപ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞവന് മറുപടി എഴുതുന്നതിന് മുൻപ് അവൻ നിൽക്കുന്ന ഭൂമികയെ തകർക്കണം എന്നതുകൊണ്ടാണ് അദ്ദേഹം കഠോര കുഠാരം എന്ന ഗ്രന്ഥം എഴുതുന്നത്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുമതത്തെ ഗണ്ണിച്ചുകൊണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, പുതിയ കാലഘട്ടത്തിൽ അന്ന് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം നമ്മളറിയണം. ഇന്ന് ഗുണ്ടർട്ടിൻ്റെ പുസ്തകം തരിമ്പ് പോലും ലഭ്യമല്ല. ഞങ്ങൾ എല്ലായിടത്തും പരിശോധിച്ച് നോക്കി. ബ്രിട്ടീഷ് ലണ്ടനിലെ അവരുടെ ആർക്കൈവ്സിൽ പോലും ഈ പുസ്തകമില്ല. ആ രൂപത്തിൽ അത് നശിച്ചിരിക്കുന്നു, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. കാരണം നബി നാണയം വന്നതാണ്. നബി നാണയത്തിന് ശേഷം പാർക്കലീത്ത പോർക്കളം എന്നൊരു പുസ്തകം കൂടി അദ്ദേഹം എഴുതി.
ആ പുസ്തകത്തിലാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ തെറി പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ യേശു ക്രിസ്തു വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ പാറക്കലീത്തയാട് അതല്ല എന്ന് തെളിയുന്നവർക്ക് 100 രൂപ പരസ്യമായി സമ്മാനം നൽകുന്നതാണ്. ഇന്ന് വരെ മലയാളത്തിൽ ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വികൃതവൽക്കരിച്ചുകൊണ്ട്, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വികൃതവൽക്കരിച്ചുകൊണ്ട് തങ്ങളുടെ സാമ്രാജ്യത്വ ആശയങ്ങളെ, സാമ്രാജ്യത്വ അടിത്തറയെ പണിയുവാനുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾക്ക് ബൗദ്ധികമായി മറുപടി നൽകിയ കേരളത്തിലെ അതുല്യമായ പ്രതിഭയാണ് സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഇന്ന് ലോകത്ത് എങ്ങനെയാണ് ട്രംപ് വന്നത്? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അധികാരങ്ങൾ മാറിമറിയുന്നത്? അവിടെയാണ് ഇസ്ലാമോഫോബിയ എന്ന പുതിയ കാലഘട്ടത്തിലെ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നത്. പരിശുദ്ധ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അവരുടെ ജീവിതത്തെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് തങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന വളരെ സമർത്ഥമായ തന്ത്രപാട് ഇസ്ലാം വിരുദ്ധ ലോബി, വലതുപക്ഷ ലോബി ലോകവ്യാപകമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇസ്ലാമോഫോബിയ എന്ന നമ്മളേറെ ചർച്ച ചെയ്യുന്ന പ്രതിഭാസമുണ്ടല്ലോ, ആ പ്രതിഭാസത്തിൻ്റെ എല്ലാം വേരുകളെയും തലങ്ങളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്നാണ്. അവിടെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ആ വിമർശനങ്ങൾക്കനുസരിച്ച് മുസ്ലിങ്ങൾ വൈകാരികമായി പ്രതികരിക്കണം എന്ന വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടക്കനുസരിച്ച് മുസ്ലിങ്ങൾ ആവുകയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതിരിക്കുമ്പോഴാണ് സ്വാഭാവികമായും വൈകാരികമായ പ്രതികരണം ഉണ്ടാവുക. ആ വൈകാരിക പ്രതികരണം ഉണ്ടാകുമ്പോഴാണ് അവർ ആഗ്രഹിക്കുന്ന സംഭവം നടക്കുക. ഇവിടെയാണ് ഇസ്ലാമിക പ്രബോധകന്മാർ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിക്കപ്പെടുമ്പോൾ പ്രവാചക വിമർശകന്മാരുടെ കോട്ടക്കത്തളങ്ങളിലേക്ക് കയറി ചെന്ന് ഇതാ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലഘട്ടത്തിലെ പച്ചയായ ജീവിതം, വിമർശകരെ, നിന്ദകരെ, ആ ജീവിതത്തിൽ നിന്ന് വസ്തുനിഷ്ഠമായി എന്തെങ്കിലും ഒന്ന് വിമർശിക്കാനുണ്ടെങ്കിൽ, വസ്തുനിഷ്ഠമായി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഒരു പുഴുക്കുത്ത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവതരിപ്പിക്കുക. ഞങ്ങൾ പറയുന്ന മറുപടി കൂടി നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ജനം തീരുമാനിക്കട്ടെ പ്രവാചകൻ നിന്ദിക്കപ്പെടേണ്ടവനാണോ അല്ല ആദരിക്കപ്പെടേണ്ടവനാണോ എന്ന്. ഇതാണ് പ്രതിരോധം. ആ പ്രതിരോധമാണ് പ്രശ്നം. അപ്പോൾ ഭീകരത നിലനിൽക്കേണ്ടത്, തീവ്രവാദം നിലനിൽക്കേണ്ടത് ഇസ്ലാമോഫോബിയ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ആവശ്യമാണ്. ആ ഇസ്ലാമോഫോബിയ ഇല്ലാതെയാവുകയാണ് ഇസ്ലാമിക പ്രബോധനം മര്യാദക്ക് നിർവഹിക്കപ്പെട്ടാൽ ഉണ്ടാവുക. ആ ഇസ്ലാമിക പ്രബോധനം മര്യാദക്ക് നിർവഹിക്കപ്പെടുന്ന സകലവിധ പദ്ധതികളെയും ഇല്ലായ്മ ചെയ്യുക. പുതിയ കാലഘട്ടത്തിലെ മുസ്ലിം നവോത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു, പഠനത്തെക്കുറിച്ച് പറഞ്ഞു. പുതിയ കാലം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്. അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക പ്രബോധകൻ എന്ന് പറഞ്ഞാൽ കേവലമായ പ്രസംഗകനാണ് എന്നും പള്ളിയും വീടും പള്ളിയും തമ്മിലുള്ള ബന്ധം ആണ് അയാളുടെ സമൂഹവുമായുള്ള ബന്ധമെന്നും ഉള്ള ധാരണകളെ തിരുത്തിക്കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം രംഗത്ത് വന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന് സംഭാവന ചെയ്ത മഹാന്മാരായ വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ സാമൂഹ്യ ജീവികളായിരുന്നു എന്ന വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളാണെങ്കിലും, വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിലും, KM സീതി സാഹിബിനെ പോലെയുള്ളവരാണെങ്കിലും, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ളവരാണെങ്കിലുമല്ല, എന്താണ് അവരുടെ സവിശേഷത? അവർ സമൂഹത്തിന് വേണ്ടി ജീവിച്ചവരായിരുന്നു. സമൂഹത്തിന്റെ മിടിപ്പുകളെ മനസ്സിലാക്കിയവരായിരുന്നു.
ഒപ്പം തന്നെ ആദർശത്തിന്റെ വിഷയത്തിൽ കടുകിട ഒരു അണുയളവ് ഒരിക്കലും തന്നെ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാത്തവരായിരുന്നു. അവർ സമൂഹത്തോടൊപ്പം ജീവിച്ചു. സമൂഹത്തിന് അവരെ ആവശ്യമുണ്ടായി. മുസ്ലിം സമുദായത്തെ ഷണ്ഡീകരിക്കുന്നതിന്റെ ഭാഗമായി 1980 മുതൽ തന്നെ വളരെ സമർത്ഥമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുത്തതാണ് അരാഷ്ട്രീയ വാദമെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രം പറയേണ്ടതുണ്ട് ഒരുപാട്. സമൂഹത്തിൽ നടക്കുന്നതെല്ലാം നടക്കട്ടെ, നമുക്ക് നമ്മുടേതായ വേറെ പണികൾ എന്ന രൂപത്തിലുള്ള സമൂഹത്തോടൊപ്പം ജീവിച്ച് സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് ആ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി അവിടെ പ്രതികരണശേഷിയുള്ളവരായി ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് നമ്മുടേതായ സംഭാവനകൾ ചെയ്യുന്നവരായി നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ നല്ല ഇസ്ലാമിക പ്രബോധകരായി ജ്വലിക്കുന്ന മാതൃക ഉൾക്കൊള്ളുന്നവരായി തീരുകയും ചെയ്യുക എന്ന ദൗത്യം, ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചു വന്ന ദൗത്യം. ഈ ദൗത്യം നിർവഹിക്കുവാനാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ഇതാണ് നമ്മുടെ മുന്നിലുള്ള വെളിച്ചം. അതാണ് നമ്മുടെ വടി. ആ വടിയിലാണ് നമുക്ക് അടിക്കാനുള്ളത്. ആ വടി കൊണ്ടാണ് നമുക്ക് അടിക്കാനുള്ളത്. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങൾ പ്രബോധനം നിർവഹിച്ചാൽ, ആദർശ പ്രബോധനം നിർവഹിച്ചാൽ ലോകത്തെ പ്രശ്നങ്ങളെല്ലാം തീരുവോ എന്ന് ചോദിക്കുന്നവരോട് ഖുർആൻ നൽകുന്ന മറുപടി കുന്തും ഖൈർ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് എന്നാണ്. തീരും. നിങ്ങൾ ലോകത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാകും. പക്ഷെ എന്ത് വേണം? തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ സദാചാരം ഉപദേശിക്കണം, ദുരാചാരത്തിൽ നിന്ന് തടയണം, ദഅവത്ത് നിർവഹിക്കണം. അതല്ലാത്ത കുറുക്കുമാർഗങ്ങളില്ല. അത് അള്ളാഹുവിന്റെ വിളിയാണ്. നല്ല ഉമ്മത്താകുവാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വിളി. കുന്തും ഖൈറ ഉമ്മ, ഉത്തമ സമുദായമാകുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വിളി, അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വിളി. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ഏതെങ്കിലും രാജ്യങ്ങളുടെ ഉന്നതന്മാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ല. ഇത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ല. സർവ്വലോക രക്ഷിതാവായ തമ്പുരാനാണ് ഈ സമുദായത്തെ നോക്കിക്കൊണ്ട് കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഉത്തമ സമുദായമാകണമെങ്കിൽ, ലോകത്തിന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട, ലോകത്തിന് മാതൃകയായി ഉയർപ്പിക്കപ്പെട്ട, ലോകത്തെ നയിക്കേണ്ട ഉത്തമ സമുദായം നിങ്ങളാകണമെങ്കിൽ നിങ്ങളൊന്നാമതായി തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ സദാചാരം കൽപ്പിക്കണം, ദുരാചാരത്തിൽ നിന്ന് തടഞ്ഞു വെക്കണം ആളുകളെ. ആ സദാചാരം കൽപ്പിക്കാൻ പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മകൾ ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെക്കാൻ, പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഖുർആനിന്റെ സത്യസന്ദേശം എത്തിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ നേർചിത്രം അവതരിപ്പിച്ചു കൊടുത്ത് ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തുമില്ല എന്ന് ലോകത്തോട് പറയിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ള ജീവിതത്തിലൂടെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള നന്മകളിലൂടെ മുന്നോട്ട് പോകുവാൻ, അതിനുവേണ്ടി ഉത്തമ സമുദായമാക്കി ഈ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിച്ചത്. ആ ഒരുമിച്ച് ചേർന്നുള്ള മുന്നോട്ടുള്ള ഗമനം, അത് ഇസ്ലാഹി പ്രസ്ഥാനം തുടരും. അത് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അള്ളാഹു വാഗ്ദാനം ചെയ്ത രൂപത്തിൽ ഉത്തമ സമുദായമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഈ ഇസ്ലാഹിന്റെ ആളുകൾ ഒരുമിച്ച് അണിതേർന്ന് മുന്നോട്ട് പോകും. ചരിത്രത്തിൽ പുതിയ നവോത്ഥാനത്തിന്, പുതിയ ദഅവാ പ്രവർത്തനങ്ങളുടെ നൈരന്തര്യത്തിന്, പുതിയ ലോകത്ത് പുതിയ രൂപഭാവങ്ങളിൽ വെളിച്ചവുമായി ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് വെളിച്ചം നൽകിക്കൊണ്ട് നിലനിൽക്കും. അതാണ് ചരിത്രത്തിലെ ദൗത്യം. ആ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരുമിച്ച് ചേരൽ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.